റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജിത്. അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ലോക പരിസ്ഥിതി ദിനാചരണവും ഫലവൃക്ഷത്തൈ വിതരണവും ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി.വൈ. ഏലിയാസ്, ജാൻസി അരീക്കൽ, ജസ്മി ജിജോ, ലക്സി ജോയ്, റോസ്ലി തോമസ്, DPC മെമ്പർ റീത്ത പോൾ, കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ, ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, ലിസി പോളി ടീച്ചർ, ജിത ഷിജോയ്, കൃഷി ഓഫീസർ ഓമനക്കുട്ടൻ NT, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൽദോപി, ഹെൽത്ത് സൂപ്പർവൈസർ അനിൽ R, സ്കൂൾ ഹെഡ് മിസ്ട്രസ് JB മോൾ ജോസ്, കില റിസോഴ്സ് പേഴ്സൺ P ശശി എന്നിവർ ദിനാചരണത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആവശ്യകത എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്നുള്ളത്. എല്ലാ സ്കൂളുകളിലും എല്ലാ വാർഡുകളിലും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാവരെയും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും പ്രത്യേകം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന സെന്റ് ജോസഫ് സ്കൂളിലെ അഡ്മിനിസ്ട്രേഷന് പ്രത്യേകം നന്ദി. ടീച്ചറും രണ്ടു വാക്കുകൾ പറഞ്ഞു. ആശംസകൾ സംസാരിക്കുന്നതായിട്ട് സ്കൂൾ ഹെഡ് മിസ്ട്രസ് JB മോൾ ടീച്ചറെ ചേബ്രവും ഇതായിരിക്കുന്ന കുടുംബാംഗങ്ങളെന്ന് തന്നെ ഞാൻ പറയുകയാണ്. എന്തായാലും ഈ ഒരു നല്ലൊരു ദിനത്തിൽ എല്ലാവരോടും ഒത്തുകൂടാൻ സാധിച്ചത് തന്നെ വലിയ നന്മയുടെ ഒരു പ്രതീകമായിട്ട് പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത് നന്മയാണ്. ആ നന്മ ഉണ്ടെങ്കിലാണ് നന്മയായിട്ട് മരവും പച്ചക്കറിയും എല്ലാം ഇവിടെ തൈകളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിക്കാം. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റവാക്കിൽ ആശംസ നേർന്നുകൊണ്ട് വാക്കി വരുന്നു. നമ്മുടെ സ്ഥിരസമിതി അധ്യക്ഷരെ, ഈ സ്കൂളിലെ പ്രധാനാധ്യാപകരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, ഇന്ന് ഈ പെട്ടെന്നാണ് ഈ പരിസ്ഥിതി ദിനം പറഞ്ഞ ചെയർമാൻ എൻ്റെ മണ്ണ് നമ്മുടെ മണ്ണ് നമ്മുടെ ഏറ്റവും വലിയ ഭാവി അത് പറഞ്ഞ് ഈ പച്ചത്തുരുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയർമാനെ കൊണ്ട് ഇവിടെ നട്ടിട്ടുണ്ട്. നെല്ലി മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല, പേരയുണ്ട്. ഇന്നിപ്പോൾ നാളാണ് ഈ എല്ലാ വാർഡുകളിലും നടന്നെന്ന് പറഞ്ഞേക്കണേ. ഈ പരിസ്ഥിതി ദിനത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഈ വാർഡും 23 വാർഡും അതുപോലെ തന്നെ ഈ സ്കൂളും തിരഞ്ഞെടുത്ത മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.